അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ മൊറോക്കോത്തെ ഏറ്റവും വലിയ ലൈബ്രറിക്കായിട്ട് വന്നിട്ട് ഇവിടെ കുറേ ബുക്കുകളുണ്ട്, മില്യൺ കണക്കിന് ബുക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലൈബ്രറി പോയോട്ടോ. രാവിലെ തന്നെ ഒന്ന് ഞാനും ചങ്ങായിമാരും കാറും വിളിച്ച് പുറത്ത് പോവാട്ടോ. വണ്ടി കയറി മുതൽ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലായ ഡ്രൈവർ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലം പറഞ്ഞു. ഇന്ന് ഇവനേന് മെയിൻ. മൊറോക്കക്കാർ കായികം പോലെ തന്നെ കലയിലും നല്ല കൈവില്ല ടീമാട്ടോ. വല്ല കലാവിരുത് നല്ല ചുമരുമലും മതിൽമലൊക്കെ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ മൊറോക്കോത്തെ പാർലമെന്റ് കയറണമെന്നുണ്ടെങ്കിൽ കോളേജിന്റെ ഒഫീഷ്യൽ ലെറ്റർ പേഡ് വേണമെന്ന് പറഞ്ഞു. ഈ പ്രാവളൊക്കെ നല്ല തീറ്റയില്ല. ഇതാണ് റോഡ് സൈഡിൽ കാഴ്ചക്ക് മാത്രം വേണ്ടി ഉണ്ടാക്കിയ ഓറഞ്ച്. തിന്നാ നല്ല പുളിയാണ്. ഇവിടെ എണ്ണ പൈസ ഒന്നും തോനെ വരല്ല കേട്ടോ. 12-13 ദിർഹമൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിൽ കൊൽക്കത്തയിലൊക്കെ ഉള്ള മാതിരത്തെ ട്രാം. കൂടുതൽ ലോങ് അല്ലാതെ അടുത്തടുത്തുള്ള ചെറിയ സിറ്റിക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ട്രാം. ഡൽഹിയിലും ബാംഗ്ലൂരിലൊക്കെ ഉള്ള മാതിരി ഓരോ സ്ഥലത്തേക്ക് പോകാൻ ബസ്സിന് നമ്പറാട്ടോ ഇവിടെ. അങ്ങനെ അവസാനം മൊറോക്കോയിലെ ഏറ്റവും വലിയ ലൈബ്രറിന്റെ മുമ്പിൽ അപ്പം നമ്മൾ നിൽക്കുന്നത്. ലൈബ്രറി കയറിയ പാടെ തന്നെ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ്. ലൈബ്രറി കയറാൻ നമ്മളെ പാസ്പോർട്ടോ അല്ലെങ്കിൽ കോളേജിന്റെ ID കാർഡ് മതിയെ. അങ്ങനെ ഓരോ പേഡ്ജും തന്നെ നമ്മൾ ഉള്ളിൽ കയറി. ഈ തല മുതൽ ആ തല വരെ മില്യൺ കണക്കിന് അറബിയിലും ഫ്രഞ്ചിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബുക്ക് ഉണ്ട് കേട്ടോ. ഇവർ ഈ ഓർഡർ ആക്കിയത് നല്ല ഇഷ്ടപ്പെട്ടു. കവിതന്റെ ഒരു ഏരിയ പോയപ്പോൾ ജാഹിലിയ കാലം, ഇസ്ലാമിന്റെ തുടക്കം, മമവി, അബ്ബാസി ഒക്കെ വേർതിരിച്ചുള്ള കവിതാ ബുക്ക് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഖുർആന്റെ ഒരു എക്സ്പോയിലും കയറി മൊറോക്കോയിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ഖുർആന്റെ കുറെ കോപ്പികളും കണ്ട് മൊറോക്കോശുകാരനായ ഇബ്രാഹിമിന്റെ കൂടെ കോളേജിലേക്ക് മടങ്ങി. അപ്പൊ ഇനി ഒരുപാട് മൊറോക്കൻ വിശേഷങ്ങളായി കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.